ഇന്ന് കേരളത്തിൽ മറ്റ് സ്റ്റൈലുകളെ തന്നെ പിന്നിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കുതിച്ചു ചാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ഡിസ്ട്രിക്ട് കരാട്ടെ ഡോ അസോസിയേഷന്റെ 39ാമത് ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 5-ാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. ആ ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം 56 ഗോൾഡ് മെഡലും 25 സിൽവർ മെഡലും 26ഓളം ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി ഏകദേശം 358 പോയിന്റോടുകൂടി നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷൻ ഓവറോൾ കിരീടം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. കഴിഞ്ഞ തവണയും ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ
ഇൻസ്റ്റിറ്റ്യൂട്ടായ സ്പോർട്സ് കരാത്തെ ലോ അക്കാദമി ഓഫ് ഇന്ത്യ തന്നെയായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മത്സരം. ഇന്ന് കണ്ണൂരിന്റെ മാത്രം പേരെടുത്ത് പറയാതെ നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷൻ കേരളത്തിലെ മിക്ക ജില്ലകളിൽ മികച്ച വിജയമാണ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നമുക്ക് കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെയധികം പല ക്ലബുകളും ഉയർന്ന നിലവാരം പുലർത്തുന്ന ക്ലബുകളാണെന്ന് പറയാതിരിക്കാൻ കഴിയും. അതിൽ നിന്നാണ് നമുക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചതിന്റെ ഫലമായി തൃശൂർ ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു. കൂടാതെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ സ്പോർട്സ് കരാത്തെ ലോ അക്കാദമി ഓഫ് ഇന്ത്യ പൊൻലിപികളാൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. അതുകൂടാതെ എറണാകുളമായാലും മറ്റ് ജില്ലകളിലെല്ലാം തന്നെ നമ്മുടെ സ്പോർട്സ് കരാത്തെ ലോ അക്കാദമി ഓഫ് ഇന്ത്യ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചതായി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് 2-3 വിദ്യാർത്ഥികൾ ഇവിടെ അനുമോദിക്കുന്നുണ്ട്. സ്കൂൾ ഗെയിംസിൽ സ്കൂളിൽ നിന്ന് കരാത്തയിൽ സെലക്ഷൻ ലഭിക്കുകയും ഉപജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഉപജില്ലയിൽ നിന്ന് ജില്ലയിൽ മത്സരിച്ച് സിൽവർ മെഡലും അതുപോലെ തന്നെ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ വിവരം നിങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കുകയാണ്. അവരെയും നമ്മൾ ഈ വിദ്യാർത്ഥികൾ ഇവിടെ അനുമോദിക്കുക. ഇന്ന് പ്രധാനമായി നമുക്കറിയാം നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷന്റെ നാഷണൽ ലെവൽ ഇൻസ്ട്രക്ടർ അതോറിറ്റി ഇൻസ്ട്രക്ടർ ID കാർഡ് വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വർഷങ്ങളോട് നിരന്തരമായ പരിശീലനം ആർജിച്ച് വൈറ്റ് ബെൽറ്റിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തുകയും ബ്ലാക്ക് ബെൽറ്റിൽ നിന്ന് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് ഇൻസ്ട്രക്ടറായി ഉയർന്നു വന്ന വിദ്യാർത്ഥികളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിനെ അനുമോദിക്കുവാനും അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ ID കാർഡ് വിതരണം ചടങ്ങ് കൂടിയാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയവർ എല്ലാവരും തന്നെ ഇൻസ്ട്രക്ടർ ആവണമെന്നില്ല. ഒരു 3rd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് എടുത്തവര് സെൻസി പദവി നേടുകയാണെങ്കിൽ കൂടിയും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇൻസ്ട്രക്ടർ യോഗ്യത ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുവാനുള്ള പരിശീലനം ലഭിച്ചവരായിരിക്കണം ഇൻസ്ട്രക്ടേഴ്സ്. നമ്മുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള ഒരു കഴിവ് സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികളിൽ നിന്നെല്ലാം മാതൃകയാവുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള മാതൃകാപരമായിട്ടുള്ള വ്യക്തിത്വം ഇതൊക്കെ ഉള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ ഇൻസ്ട്രക്ടേഴ്സ്. Chicago Kansini, Tsutomoro Koto, Hitotsu, Magatoro Michio, Mamoru Koto, Hitotsu, Doryoko, no Seishin, Oyashino Koto, Hitotsu, Reikyo, Omonzuru Koto, Hitotsu, Kikinoyo, Masmuru Koto. ID കാർഡ് വിതരണത്തിനായി Q. ശ്രീകുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
Friendship side EK to the Nagpal. Sensei Ramiraj for the Nagpal. ID card വിതരണത്തിനായി വർഗീസ് ക്ഷണിച്ചു. Sensei Ashik Kumaki for the Nagpal. Okay, third and Nagpal. Sensei Aksharas Brahma, third and Nagpal. Sensei Denny C. Third and Nagpal. Sampai Rudish CA, second and Nagpal. Sampai Maida and Prashant, second and Nagpal. Sampai Meghna Nina Premji, second and Nagpal. Sampai Isma Muni, second and Nagpal. Sampai Amit A, second and Nagpal. Sampai Riya Prashant, second and Nagpal. Sampai Nivedita A, second and Nagpal. Sampai Krishnan M, second and Nagpal. Sampai Kanidal, first and Nagpal. First and Nagpal. Sampai Gopi Krishna, first and Nagpal. First and Nagpal. Sampai Gopi. Sampai Dia B, first and Nagpal. Aladega Shindi, first and Nagpal. Sampai Gopi S, first and Nagpal. സ്കൂളിൽ നിന്ന് സെലക്ഷൻ ലഭിക്കുകയും ഉപജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച്
ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് 1 പോയിന്റിന്റെ വ്യത്യാസത്തിന് മാത്രം ഗോൾഡ് മെഡൽ നഷ്ടപ്പെടുകയും സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്ത മേഘ്ന സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യ ഉപഹാരം നൽകി അനുമോദിക്കുവാൻ വേണ്ടി നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയും തൃശൂർ ഡിസ്ട്രിക്ട് ചീഫ് ഇൻസ്ട്രക്ടറും കരാത്തെ കേരള അസോസിയേഷന്റെ സ്പോർട്സ് കമ്മീഷൻ മെമ്പറുമായിട്ടുള്ള കേരളത്തിന്റെ കരാത്തെ ആചാര്യൻ റൺഷി വർഗീസ് പിക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റ് വാങ്ങിക്കുവാൻ വേണ്ടി സ്വീകരിക്കുവാൻ വേണ്ടി മേഘനയെ ക്ഷണിച്ചു. സംഭവിക്കാൻ ഫസ്റ്റ് റാങ്ക് സൂര്യദേവിനെ സ്റ്റേജിലേക്ക് ആദരവ് ക്ഷണിച്ചു. ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ ആൽവിൻ പ്രദീപ് കെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്. മുന്നേ ഏതെങ്കിലും പാരന്റ്സിനെ നമ്മുടെ കരാത്തെ സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ പരിപാടിയെ കുറിച്ചോ 2 വാക്ക് സംസാരിക്കാൻ വരുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം വളരെ ലളിതമായ ചടങ്ങാണ് ഇത്. ഇവിടെ ഉദ്ഘാടനം ആശംസകളൊക്കെ മുന്നേ തീരുമാനിച്ചതൊന്നുമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാരന്റ് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അക്കാദമി ഓഫ് ഇന്ത്യ വർഷങ്ങളായി നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് ഓരോ വർഷം തോറും അതിന്റെ പ്രയാണം നല്ല രീതിയിൽ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ നമുക്ക് സമൂഹത്തിൽ കുട്ടികൾ ഇടപെടുന്ന രീതിയാണെങ്കിലും എന്തുകൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും. അത്ര നല്ല മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് മക്കൾ പെരുമാറ്റത്തിലായാലും അവരുടെ അച്ചടക്കത്തിലായാലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു കാര്യം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. എന്തായാലും എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഇവിടുന്ന് പരിശീലനം നേടുന്നതും ഇപ്പോൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയതുമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ചേർന്ന മക്കൾക്കും എല്ലാവർക്കും രക്ഷിതാക്കളുടെ സൈഡിൽ നിന്നും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്നായി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി നന്നായി എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ NSK സെൻസിയുടെ കൂടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഉന്നത വിജയത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. സെൻസൈനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏത് സമയത്തും വളരെ എന്ത് ചോദിച്ചാലും ഏത് സമയത്ത് ചോദിച്ചാലും വളരെ സമാധാനത്തോടെ നമുക്കത് പറഞ്ഞു തരാൻ അതൊക്കെ വലിയൊരു മനസ്സാണ് ശരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇത്രയും ആൾക്കാരോട് ഇരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അഭിമാന നിമിഷമാണ് ശരിക്കും എനിക്കൊക്കെ. കാരണം അങ്ങനെ ഒരു ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അപൂർവമാണ്. ഏത് കാര്യത്തിലും ഏത് സമയത്തും നമ്മളോട് എന്തിനും വളരെ സമാധാനത്തോടെ എല്ലാം ചെയ്തു തരും. എന്ത് കാര്യത്തിലും സെൻസൈക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് താങ്ക് യു പറയാണ്. എന്തിനും കൂടുതൽ ഈ സമയത്ത് കുറെ പറഞ്ഞ് ഞങ്ങള് സമയം കളയുന്നില്ല. എന്നാൽ ഈ അവസരം തന്നെ എല്ലാവർക്കും പ്രത്യേകം താങ്ക് യു പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് NSK എത്തണമെന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. കരാത്തെ ഇൻസ്ട്രക്ടർ കൂടിയാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് 2 വാക്ക് പറയാൻ വേണ്ടി. നമസ്കാരം. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ രോഹിത്. ഞാൻ ഡെർമറ്റോളജിസ്റ്റാണ്. ഗുരുവായൂർ ചാവക്കാട് പ്രദേശത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡെർമറ്റോളജിസ്റ്റാണ്.
അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊരു 88-ല്, എനിക്കിപ്പോൾ 47 വയസ്സുണ്ട്. 88-ല് ഞാൻ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസത്തോളം കരാട്ടെ പഠിച്ചിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റർ ദ ഡ്രാഗൺ സിനിമ കാണുന്നത്. അപ്പൊ അന്നോട്ടുള്ള ഒരു മോഹമായിരുന്നു ഒരു ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുക എന്നുള്ളത്. പക്ഷെ പിന്നീട് എൻ്റെ പഠിപ്പും എൻട്രൻസുകൾ പഠിപ്പ് MD MD ഇങ്ങനെ കുറെ പഠിത്തമായിട്ട് എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. പിന്നെ 41 വയസ്സിന് ശേഷമാണ് എൻ്റെ മോനെ കരാട്ടെ പഠിപ്പിക്കണം എന്നുള്ള മോഹത്തോടെയാണ് വർഗീസ് മാഷ് സമീപിച്ചത്. അപ്പോൾ ഞാൻ കൂടെ കുറച്ച് പുഷപ്സോ എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്യാം, എൻ്റെ ബോഡി ഒന്ന് ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു മോഹമായിരുന്നു. ഞാൻ ഒരു 88 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം മാഷ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം എൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ 7:30 പിന്നെ മാഷ് 7:30-ക്ക് ശേഷം വന്നിട്ട് 8-9 മണി വരെയാണ് പ്രാക്ടീസ്. അങ്ങനെ തുടങ്ങിയതാണ് എൻ്റെ കരാട്ടെ. ഇത് അന്ന് വിചാരിച്ചത് കുറച്ച് കാലം പഠിച്ചിട്ട് നിർത്താമെന്നാണ് വെച്ചത്. പക്ഷെ ക്രമേണ മോൻ ഇൻട്രസ്റ്റ് കുറഞ്ഞ് മോൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. എനിക്കിതൊരു ക്രൈസായിട്ട് മാറി. ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാഷ് സ്ഥിരം വീട്ടിൽ വരും. 8 മണി 9 മണി വരെയൊക്കെയാണ് പ്രാക്ടീസ്. 1 മണിക്കൂർ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കരാട്ടോടുള്ള പാഷൻ കാരണം ഞാനത് കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറെ പേര് എന്നെക്കാൾ ചെറുപ്പമാണ്. പാരൻസ് അവർക്ക് ഇനിയും പഠിക്കാം. അതിൽ ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നും വ്യത്യാസമില്ല. ആർക്ക് വേണമെങ്കിൽ പഠിക്കാവുന്ന ഒരു കലയാണ്. അത് ഞാൻ തന്നെ തെളിവാണത്. അപ്പൊ ഞാനിപ്പോ സെക്കൻഡ് ഡാനാണ്. എനിക്ക് അടുത്ത മോഹം തേർഡ് ഡാൻ ആവണമെന്നാണ്. അപ്പൊ ഒന്നത്തെ അവാർഡ്. അപ്പൊ എല്ലാവരും ഫിറ്റ്നസ്സിനാണ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ്. അതായത് ഹെൽത്ത് ഈസ് വെൽത്ത്. അതാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ 30കളിലെ ഇഷ്ടം പോലെ പ്രമേഹം, 28 വയസ്സ് 30 വയസ്സിലൊക്കെ ഇഷ്ടം പോലെ ഡയബറ്റീസ് കാണുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ കാണുന്നുണ്ട്, കൊളസ്ട്രോള്. ഒരു 15 വയസ്സുള്ള കുട്ടി ഒരു 75 കിലോ 80 കിലോ ഒക്കെ ആയിട്ടാണ് നമ്മുടെ OP-യിൽ വരുന്നത്. അപ്പോ ഹെൽത്ത് ഈസ് വെൽത്ത്. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക. ഹെൽത്ത് പോയാൽ പിന്നെ ഒന്നും തിരിച്ചു കിട്ടില്ല. വെൽത്ത് വന്നാൽ അത് കാര്യമില്ല. എത്ര പൈസ കിട്ടിയിട്ടും കാര്യമില്ല. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഇന്ന് അവാർഡ് കിട്ടിയ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പൊ ഇതിന് അവസരം തന്ന വിനോദ് സാറിനും വർഗീസ് സാറിനും പ്രത്യേകം താങ്ക്സ്. നന്ദി, നമസ്കാരം. PSC എക്സാമിനേഷനോട് ഡയറക്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതായത് SIIT സെലക്ഷൻ കിട്ടി നാളെ ട്രെയിനിങ് പോകുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ സെൻസായിൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. കോഴിക്കോട് ജില്ലയിലെ ആതിര. അപ്പോൾ ഇന്ന് വരേണ്ടതായിരുന്നു ഇവിടെ. നാളെ പോകേണ്ട തിരക്കിനിടയിൽ വരാൻ പറ്റിയില്ല. അവരുടെ അസാന്നിധ്യത്തിലും അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. അടുത്തതായി പേരൻസ് അവിടെ നിന്നാൽ മതി. 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ സനിൽ സെൻസായി ഇങ്ങോട്ടേക്ക് വരുമല്ല. സെൻസായി ഓർത്തഡോക്സ് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ അനൂപ് സെൻസി, സെൻസായി ജിയോൺ വിനോദ് എല്ലാ തേർഡ് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയവർ ഇവിടെ എത്തി. സെൻസൈ ഡെന്നി, സെൻസൈ മാനസ, പ്ലീസ്. ഫ്രഞ്ചി സനി, സെൻസൈ അനു, സെൻസൈ രാഹുൽ രാജ്, സെൻസൈ അശ്വിൻ കുട്ടിമാക്കൂൽ, സെൻസൈ രജനീഷ്, സെൻസൈ അഭിനവ് KTK, സെൻസൈ ജിയോൺ വിനോദ്, സെൻസൈ ഡെന്നി തൃശൂർ, സെൻസൈ അക്ഷര S പ്രമോദ്, സെൻസൈ മാനസ, സംഭായി ഋതുഷ് ദേവ് സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ്, സംഭായി വൈഗ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ്, സംഭായി Angid second hand black belt, Sambai Safan second hand black belt, Sambai Krishnan second hand black belt, Sambai Rohit second hand black belt, Dr. Rohit second hand black belt, Sambai Magna, Sambai Misbah, Sensei Pramod S. Kumar, Sambai Riya Prashant, Nivedita, Sambai Avantika Umesh. First time black belt है Sambai Manasa, Sambai Riya, Sambai Nandana. കൂടുതൽ എല്ലാം ഒരാളെ പേര് പറഞ്ഞില്ല.
എക്സാമിനേഷനകത്ത് പങ്കെടുക്കുന്ന വിദ്യാർത്ഥി പ്ലീസ് കം ഹിയർ. എല്ലാവരും ഇവിടെ എത്തിയില്ല, അവര് ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. അതോടനുബന്ധിച്ച് നന്ദി പറയാനാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ അധ്യക്ഷനായി എത്തിയ WKF കോച്ച്, കേരള പുതുച്ചേരി ഖത്തർ ചീഫ് ഇൻസ്ട്രക്ടർ, ജപ്പാൻ 7th ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആയ കൃഷി വിനോദ് കുമാർ സാറിനെ ഒരു നന്ദി പറയുന്നു. ഇവിടെ ഉദ്ഘാടനത്തിനെത്തിയ രജിത് യൂണിഫോമിലെങ്കിലും കൊണ്ടുവരാ. കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ നിഗോ ഷോട്ടോക്ക കരാത്തെ അസോസിയേഷന്റെ ഏകദേശം 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് കരാത്തെ ട്രെയിനിങ് കൊടുക്കുന്ന രാഹുൽ സെൻസൈന്റെ മിസ്സിസ് ആണ് സംഭായി രജിത.